നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. റയൽ മാഡ്രിഡ് സെൽറ്റ വിഗോയുടെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് സാന്റിയാഗോ ബെർണാബുവിൽ പരാജയപ്പെട്ട മത്സരത്തിലെ റഫറിയിങ്ങിനെ കുറിച്ച് വലിയ രൂപത്തിലുള്ള എതിർപ്പുകളാണ് റയൽ മാഡ്രിഡിൻ്റെ താരങ്ങളും കോച്ചുമൊക്കെ ഉയർത്തുന്നത്. റഫറിയുടെ പല തീരുമാനങ്ങളും തെറ്റായിരുന്നു. അതുപോലെ സെൽറ്റ വിഗോയോട് ബയാസ്ഡായിട്ട് അവർക്ക് അനുകൂലമായിട്ട് അവരിലേക്കൊരു ചായ്വിലാണ് റഫറി മത്സരം നിയന്ത്രിച്ചത് എന്നാണ് റയലിൻ്റെ കോച്ചൊക്കെ പറഞ്ഞു വെക്കുന്നത്. സാബി അലോൺസോയുടെ വാക്കുകളിലേക്ക് പോയാൽ, റഫറിയുടെ തീരുമാനങ്ങൾ ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതായിരുന്നില്ല. എനിക്ക് അത് ഒട്ടും ഇഷ്ടമായിട്ടില്ല. റഫറിയുടെ പെർഫോമൻസ് ഞങ്ങളെ ഗെയിമിൽ നിന്ന് അയാളാണ് ഇല്ലാതെയാക്കാൻ വേണ്ടി ശ്രമിച്ചത്. അയാൾക്കത് ചെയ്യണം എന്ന് മനഃപൂർവ്വം ചിന്തിച്ച് ചെയ്ത പോലെയാണ്. സെൽറ്റ വിഗോക്ക് എന്തും ചെയ്യാം എന്ന രൂപത്തിലാണ് അയാൾ കാര്യങ്ങൾ നിയന്ത്രിച്ചത്. ഐ ഡിഡൻ ലൈക്ക് ഇറ്റ്. ഞങ്ങളെ മത്സരം കൺട്രോൾ ചെയ്യാൻ അയാൾ ഒരിക്കലും അനുവദിച്ചില്ല. ഇപ്പോൾ ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. കരേറസിൻ്റെ റെഡ് കാർഡ് അത് കൊടുത്തത് യു ആർ വെരി ബാഡ് എന്ന് റഫറിയോട് പറഞ്ഞതിൻ്റെ പേരിലാണ്. 2 മത്സരങ്ങളിലെ സസ്പെൻഷൻ അദ്ദേഹത്തിന് ലഭിച്ചേക്കും എന്നാണ് വിവരം. റഫറി ക്വിൻ്റോ ഗോൺസാലസ് അയാളുടെ തീരുമാനങ്ങളിൽ എന്തായാലും വലിയ എതിർപ്പുണ്ട്. സാബി അലോൺസോ പറഞ്ഞത്, അയാളുടെ തീരുമാനങ്ങളിൽ ഞങ്ങൾ വളരെയധികം ദേഷ്യത്തിലാണ്. അയാൾ വളരെ മോശമായിട്ടാണ് കളി നിയന്ത്രിച്ചത്. കരേറസിന് കൊടുത്ത റെഡ് കാർഡ് നോക്കിയാൽ മതി. ഇത് വളരെ ഡിബേറ്റബിൾ ആയിട്ടുള്ളൊരു തീരുമാനമായിരുന്നു. സെൽറ്റ വിഗോയുടെ താരങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അവർക്ക് എന്തും ചെയ്യാമായിരുന്നു. ഞങ്ങൾ കളിയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ, ഞങ്ങൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ അയാൾ വെറുതെ കളി സ്റ്റോപ്പ് ചെയ്യിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും അയാളുടെ പെർഫോമൻസ് എനിക്കൊട്ടും ഇഷ്ടമായിട്ടില്ല എന്ന് തന്നെ സാബി എടുത്തു പറയുകയുണ്ടായി. ഇതിൽ നോക്കുക, എൻട്രിക്കിന് വേറെ റെഡ് കാർഡ് കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ള വിവരം. അത് റഫറിയുടെ ആ ഒരു റിപ്പോർട്ട് പറയുന്നത് എന്താണെന്നറിയോ? ബെഞ്ചിൽ നിന്ന് എണീറ്റു, അതായത് ബെഞ്ചിലാണല്ലോ എൻട്രിക്ക്, എന്നിട്ട് ടെക്നിക്കൽ ഏരിയ വിട്ടുപോയി, 4th ഒഫീഷ്യലിനോട് ഷൗട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹത്തിന് റെഡ് കാർഡ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഡാനി കർവാഹലുമായി ബന്ധപ്പെട്ട് റഫറിയുടെ റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. അതായത് ഡാനി കർവാഹൽ റഫറിയോട് പറഞ്ഞത്രേ, ഇതാണ് നീ സെറ്റ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് എങ്കിൽ നീ പ്രസ് കോൺഫറൻസിലിരുന്ന് കരയുന്ന അവസ്ഥയുണ്ടാകും എന്ന് ഡാനി കർവാഹൽ പറഞ്ഞു എന്നാണ്. അത് കഴിഞ്ഞ കാലത്തെ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ്. പ്രസ് കോൺഫറൻസിലിരുന്ന് കരഞ്ഞ റഫറിമാരെ ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക്. അപ്പോൾ അതുപോലെയുള്ള സംഭവം ഉണ്ടാവും എന്ന് പറഞ്ഞു എന്നാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള റിപ്പോർട്ടുകൾ റയലിൻ്റെ താരങ്ങൾക്കെതിരെയൊക്കെ റഫറി ബാച്ച് റിപ്പോർട്ട് കൊടുത്തിട്ടുമുണ്ട്. സംഗതി എന്തായാലും വലിയ വിവാദമായി മാറിയിട്ടുണ്ട്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.